വലിയ ഇതൊന്നും ഇല്ല, എന്നാലും ബേസിന്റെ പടമായോണ്ട് ഒരു ഇതുണ്ടല്ലോ, ആ സംഭവം എപ്പോഴും ഉണ്ടാവും. ആ ഒരു ആവറേജ് പെർഫോമൻസ് ബേസിന്റെ ഉള്ള പെർഫോമൻസ് ഉള്ള ഒരു പുതിയ സ്ക്രിപ്റ്റാണ് സത്യം പറഞ്ഞ. പക്ഷെ ആവറേജ് വേണം, ഹിറ്റ് ഫാമിലി കയറാൻ പറ്റും. ശരി, നല്ല സിനിമയാണ്, നല്ല മെസ്സേജ് ഉള്ള സിനിമയാണ്, സാമൂഹിക പ്രസക്തിയുള്ള സിനിമയാണ്. ഇതിന്റെ സംഭാഷണം, സംവിധാനം എല്ലാം നല്ല അടിപൊളിയാണ്. ബേസിലൊക്കെ അടിപൊളിയാണ്. പൊതുവെ എല്ലാ ഘടകവും നല്ലതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ. ഇമോഷണലി നല്ല അഫക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. നമ്മുടെ ഹൃദയത്തെ അധികം സ്പർശിക്കുന്ന ഒരു സിനിമയാണ്. ക്ലൈമാക്സ് ഒക്കെ എല്ലാം പുതുമയുള്ളതാണ്. പുതുമ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിനിമയാണ്. നാട്ടിൻപുറത്തെ കഥയാണ്. നാട്ടിൻപുറത്തെ നമ്മളെ ഈ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. അതെ, പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്ന ഒരു പുതുമ സിനിമയിലുണ്ട്. എന്തുകൊണ്ടും നല്ല സിനിമയാണ്. നല്ല സിനിമ, വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ്. എല്ലാം സംവിധാനം വഹിച്ചിട്ടുണ്ട്. നമ്മൾ കുറെ നാളിന് ശേഷം ഒരു മലയാള സിനിമ കണ്ടുവന്ന നല്ല മെസ്സേജ് ഉള്ള, അത് നമ്മൾ പണ്ട് ലോഹിദാസ് സിബിമലയിൽ ഒരു മാലയവും സിനിമയുണ്ട്. ആ സിനിമയുടെ ടച്ച് ചെയ്തു നല്ല, ശരിക്കും ഹൃദയത്തെ അനുയോജ്യമായ സിനിമ. പ്രത്യേകിച്ച് ഇത് കൊല്ലത്ത് ഇപ്പൊ നടക്കുന്ന സാമൂഹികപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗൗരി വിഷയത്തിന് വളരെയേറെ കൊല്ലംകാർക്ക് കൂടുതൽ കണക്ട് ആവും. പക്ഷെ ഇത് കേരളത്തിൽ മുഴുവൻ കണക്ട്, അവിടുത്തെ ഒരു കൾച്ചറാണ് പറയുന്നതെങ്കിലും ഇത് കേരളം മുഴുവൻ കണക്ട് ആവും. കിടും, ബേസിൽ കിടു, അമ്പാൻ കിടു, ലിജോ മോളും സെറ്റ് ആയിട്ടുണ്ട്. അമ്പാൻ ഒരു വേറിട്ടൊരു കഥാപാത്രമായല്ലേ? തീർച്ചയായിട്ടും കഥാപാത്രം ശരിക്കും ജീവിക്കുകയാണ് അവർ ആ ഒരു കഥയിൽ. എല്ലാവരും കൊള്ളാൻ കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല പടം, മൊത്തത്തിൽ ഇമോഷണലി കണ്ടിട്ടുണ്ട്. ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ എല്ലാം നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ആ പടം ആകെ 2 മണിക്കൂർ കണ്ടുള്ളൂ. അത്ര കുറച്ച് ടൈമിൽ വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് സിനിമ. കുറച്ച് പേരേ ഉള്ളൂ പടത്തില്. അപ്പൊ അവരെല്ലാരും അതിനകത്തുള്ളൊരു ഡ്രാമ നല്ല രസമായിട്ട് അത് വർക്കായിട്ടുണ്ട്. കൊല്ലത്ത് നടക്കുന്ന അതെ, അതായത് ഈ ഇവരുടെ സെറ്റിംഗ് നമുക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് അത് കുറച്ച് പുതുമയുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു രസം തോന്നുന്നുണ്ട്. അതായത് അവരുടെ ആ ഒരു ചെറിയ ഏരിയയിൽ നടക്കുന്ന അവിടുത്തെ ആൾക്കാരുടെ രീതികൾ, അവരുടെ ഇങ്ങനെയാണ് അവരുടെ രീതികൾ എന്നൊക്കെ ഉള്ളത്, അത് കൊള്ളാം, നല്ല രസമുണ്ട്. അതെ, റിയലിസ്റ്റിക് ആണ്. എന്നാലും ആ ഡ്രാമയുണ്ട്. ഇപ്പൊ നമ്മളൊരു കഥ പറയുന്ന പോലെ ഒരു സംഭവം, ഒരു കഥയുണ്ട് ഇങ്ങനെ ത്രൂ ഔട്ട്. അത് നല്ല രസമുണ്ട്, അത് നന്നായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. നല്ല ബേസിന്റെ ഒരു വേറിട്ടൊരു കഥാപാത്രം. അതെ, ബേസില് എല്ലാവരും, സജിൻ ഗോവും നമ്മുടെ സജിൻ ഗോവ് ആക്ച്വലി ശരിക്കും ഭയങ്കരമായിട്ട് പുള്ളി കാണുമ്പോൾ ഒരു പേടി വരും. അതുപോലത്തെ ഒരു ക്യാരക്ടർ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലിജോ മോള് ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു. അതെ, എല്ലാവരും പടത്തിൽ വന്ന എല്ലാവരും. ഇപ്പൊ ആനന്ദ് മന്മഥൻ പുള്ളിയില്ലേ, അളിയനായിട്ട് വന്ന പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട് ഇവരുടെ എല്ലാവരും പെർഫോമൻസ്. നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതെ, നല്ല രസമായിട്ടുണ്ട്. ഇമോഷണലി കണക്ട് ആവുന്നത് നല്ല പടം. അത് എല്ലാവർക്കും വന്ന് കാണാൻ ടൈപ്പ് പടമാണ്. പക്ഷെ ഇവരൊക്കെ വരുമ്പോൾ കോമഡി പടമാണെന്ന് വിചാരിച്ചാൽ കോമഡി ഉണ്ട് പടത്തില്. ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ ചെറിയ ഹ്യൂമർ സൈഡ് ഉണ്ട്. അങ്ങനെ കോമഡി പടം. അതെ, ഇമോഷണലി കണക്ട് ആവുന്ന പടമാണ്. പക്ഷെ ആദ്യമായിട്ടാണ് അതെ, ഇത്രയും കുറച്ച്